സൂചി കൊണ്ടെടുക്കാനുള്ളത് സൂചി കൊണ്ട് തന്നെ എടുക്കണം. തൂമ്പ കൊണ്ടെടുക്കാൻ ശ്രമിക്കരുത്. ഞാനീ പറഞ്ഞു വരുന്നത് കുഞ്ഞുമക്കളും അമ്മയും തമ്മിലുള്ള വഴക്കിൻ്റെ കാര്യമാണ്. ദേ, സ്കൂൾ തുറന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അമ്മയും മക്കളും തമ്മിലുള്ള കുഞ്ഞുവഴക്കിൻ്റെ കഥകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. രാവിലെ എഴുന്നേക്കാനുള്ള മടി മുതൽ രാത്രി കിടക്കുമ്പോൾ സഹോദരങ്ങളുടെ വഴക്ക് വരെ. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും കാരണം ഇതാണ്. കുഞ്ഞും അമ്മയും തമ്മിലുള്ള അകലം വർദ്ധിച്ചാൽ പിന്നീട് അടുപ്പിച്ച് കൊണ്ടുവരാൻ വളരെ പ്രയാസമായിരിക്കും. കുറുമ്പ് കാട്ടുന്ന കുഞ്ഞുമക്കളുടെ ചിരി ഒരിക്കലും മായാതെ ഇരിക്കാൻ അമ്മ എടുക്കുന്ന ഒരു ചെറിയ ബുദ്ധിപരമായ നീക്കമായിട്ട് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ കണ്ടാൽ മതി. ആദ്യം മാറേണ്ടത് അമ്മയാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഒരു നോട്ട്ബുക്കും പേനയും എടുത്തോളൂ. നിങ്ങളുടെ ഈ മാസത്തെ ലക്ഷ്യം എഴുതുക. ഇപ്പം നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുക്കുന്ന അമ്മയായി മാറുക. കുഞ്ഞിന് അമ്മയോട് ഒരുപാട് സ്നേഹം തോന്നട്ടെ. നമുക്ക് അങ്ങനെയൊന്നാവാം. ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് പിന്നീടുള്ള വീഡിയോകളിൽ ഓരോ ദിവസവും പറഞ്ഞു തരാം. അതിൻ്റെ തൊട്ട് താഴെ എന്തെല്ലാം കാര്യങ്ങളാണ് കുഞ്ഞിന് ചെയ്തു കൊടുക്കേണ്ടതെന്ന് എഴുതണം. അതായത് നിത്യജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഒരു ദിവസമെന്ന് എഴുതുക. രാവിലെ വിളിച്ചുണർത്തുന്നത് മുതൽ നിങ്ങൾ എഴുന്നേൽക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും ചെറിയൊരു ടു ഡു ലിസ്റ്റ് അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓരോ വീട്ടിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടും കുഞ്ഞിന് സ്കൂളിൽ പോവേണ്ട സമയം വ്യത്യസ്തമായതുകൊണ്ടും അത് നിങ്ങൾ അമ്മമാരുടെ സ്വാതന്ത്ര്യത്തിന് ഞാനങ്ങ് വിടുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് എഴുതുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, പറഞ്ഞും തരാം. ആദ്യത്തെ 2 ദിവസം ഈ രീതിയുമായി പൊരുത്തപ്പെടാൻ മിക്കവാറും അമ്മമാർക്ക് പ്രയാസം ഉണ്ടാവും. കാരണം നിങ്ങൾ എഴുതിയിട്ടായിരിക്കില്ല കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. ആദ്യത്തെ ആ ഒരു പ്രയാസത്തെ അവഗണിക്കുക, ചെയ്യാൻ തയ്യാറാവുക. എന്നും രാത്രിയിൽ ഒരു 10-15 മിനിറ്റ് കുഞ്ഞിനോടൊപ്പം ചെലവഴിക്കുവാനായിട്ട് സമയം കണ്ടെത്തിയേ മതിയാവൂ. മറ്റൊരു കാരണവും അതിന് പറയാൻ പാടില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. ആ സമയത്ത് ഭർത്താവോ അമ്മയോ മറ്റു ബന്ധുക്കളോ നമ്മുടെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. ഈ കുഞ്ഞും അമ്മയും മാത്രം. നിങ്ങളുടെ സ്വകാര്യമായ ടൈമാണിത്. എല്ലാ ദിവസവും കുഞ്ഞ് കാത്തിരിക്കണം അമ്മയോടൊപ്പം ചെലവഴിക്കുന്ന ആ സമയം. അത് ഒരു ഫിക്സ്ഡ് ടൈം ആണെങ്കിൽ വളരെ നല്ലതാണ്. കുഞ്ഞ് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയം. ഒരു കുട്ടിക്ക് പകരം 2 കുട്ടിയാണുള്ളതെങ്കിൽ 2 കുട്ടികൾക്കും സമയം കൊടുക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ പരിഗണിക്കുന്ന കാര്യത്തിൽ വേർതിരിവ് അവർക്ക് അനുഭവപ്പെടരുത്. കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരെക്കാൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളും ഈ ഭൂമിയിലുണ്ടെന്നും അവരിൽ ചിലർക്ക് ഇതുപോലെ അടുപ്പമുള്ളൊരമ്മ ഇല്ല എന്നും കുഞ്ഞിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഈ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടെന്നും അതിന് അച്ഛനും അമ്മയും സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയതിന് പ്രപഞ്ചത്തോട് അമ്മയ്ക്കും അച്ഛനും ഒരുപാട് നന്ദിയുണ്ടെന്നും സന്തോഷത്തോടെ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെ ഒരു കഥയുടെ രൂപത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വേണം കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചൊരു ഹഗ്ഗ് കൊടുത്തിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് കുഞ്ഞിനെ ഉറക്കാൻ കിടത്താൻ. എന്നിട്ട് അമ്മ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ, ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ, അല്ലെങ്കിൽ 2 കുഞ്ഞാണെങ്കിൽ 2 കുഞ്ഞുങ്ങളുടെ 2 ക്വാളിറ്റീസ് വീതം നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നന്ദി എഴുതി അവിടെ ഒരു ഒപ്പിട്ടിട്ട് കയറി കിടക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.